ചോറ്റാനിക്കരയിൽ പോക്സോ അതിജീവിതയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. ചുറ്റിക ഉപയോഗിച്ചും പ്രതി പെൺകുട്ടിയെ മർദ്ദിച്ചുവെന്ന് പോലീസ്. അടിവയറ്റിലും കഴുത്തിലും മർദ്ദനമേറ്റിട്ടുണ്ട്. മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും കത്തിയും വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ശനിയാഴ്ച രാത്രി 10:30ഓടെയാണ് പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. കിരൺകുമാർ ചേരുന്നു. കിരൺ, പറയൂ. രോഹിണി, ഈ ചോറ്റാനിക്കരയിൽ മർദ്ദനത്തിനിരയായ പോക്സോ അതിജീവിത ക്രൂരമായ ആക്രമണങ്ങൾക്ക് ഇരയായതായിട്ടാണ് പോലീസിനോട് പ്രതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇയാൾ ചുറ്റിക ഉപയോഗിച്ചും പെൺകുട്ടിയെ മർദ്ദിച്ചതായിട്ട് പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു. നേരത്തെ പോലീസ് ഈ പ്രതി അനൂപുമായി ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ തെളിവെടുപ്പ് നടത്തുന്ന സമയത്ത് ഈ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക അടക്കമുള്ള കാര്യങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കഴുത്തിലും അടിവയറ്റിലും ഈ പെൺകുട്ടിയെ ഇയാൾ ചുറ്റിക കൊണ്ട് മർദ്ദിച്ചതായിട്ടാണ് പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മർദ്ദനമേറ്റതിനായിട്ടുള്ള പാടുകൾ നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ വൈദ്യപരിശോധനയിലും ഈ പെൺകുട്ടിക്ക് ക്രൂരമായിട്ട് ഇത്തരത്തിൽ മർദ്ദനമേറ്റതായിട്ടും കണ്ടെത്തിയിരുന്നു. മാത്രവുമല്ല, ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കത്തിയടക്കമുള്ള കാര്യങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നതായിട്ടാണ് പോലീസിനോട് പ്രതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പെൺകുട്ടിയുമായി ഇയാൾ തർക്കത്തിലേർപ്പെടുകയും പിന്നീട് മർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പെൺകുട്ടി മനോവിഷമത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇതിനെ തുടർന്ന് ഇയാൾ ഈ ഫാനിൽ കെട്ടിത്തൂങ്ങിയ പെൺകുട്ടിയെ പിന്നീട് ഷാളത്ത് മാറ്റി ഇയാൾ താഴെ കിടത്തുകയായിരുന്നു എന്നാണ് പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഷാള് അറുത്തുമാറ്റാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കത്തിയും കൂടിയാണ് വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഷാൾ അഴിച്ചു മാറ്റി താഴെ കിടത്തിയതിനു ശേഷം പെൺകുട്ടി ബഹളം വെക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ഈ സമയത്ത് വായ പൊത്തിപ്പിടിക്കുകയും പിന്നീട് ശ്വാസം മുട്ടിയതോടുകൂടിയാണ് പെൺകുട്ടി ഗുരുതരാവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളൊരു കണ്ടെത്തൽ തന്നെയാണ് പോലീസും പറയുന്നത്. ഏതായാലും നേരത്തെ വൈദ്യപരിശോധനയിലടക്കം ഈ കാര്യങ്ങളും വ്യക്തമായിരുന്നു. പെൺകുട്ടി സ്വയം ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചതാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസും ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇയാളെ ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ സംഭവങ്ങൾക്ക് നടക്കുന്ന സമയത്ത് ഈ പ്രതിക്ക് മറ്റാരെങ്കിലും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പ്രതി അനൂപ് എത്തിയത് മറ്റൊരാളുടെ ബൈക്കിലാണ്, മറ്റൊരാളുടെ സഹായത്തോടു കൂടിയാണ് എന്നടക്കമുള്ള ചില കാര്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ആ കാര്യങ്ങളിൽ കൂടുതൽ പരിശോധന വേണം എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ചോറ്റാനിക്കര CI വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്.